ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര ഫാമിലി ബോയ് ആണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയറിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ലൈക്ക് വേറൊരു രീതിക്ക് യൂഷ്വലി എല്ലാവരും പറയുന്ന പോലത്തെ കെയറിങ് അല്ല ഞാൻ പറയുന്നത്. ഒരു ഫാമിലി ബോയ് എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ രീതിയിൽ ഭയങ്കര കെയറിങ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. അല്ല ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. ധീരജ് എന്ന് പറഞ്ഞാല് അവൻ ഭയങ്കര നോട്ടി ആണെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം നമ്മൾ അറിയാൻ തന്നെ ഒരു കാര്യം, ഇപ്പം എന്തെങ്കിലും ഒരു സീരിയസ് കാര്യം നമുക്ക് ചെയ്ത് തീർക്കണം, അതൊക്കെ അവൻ ഓർഗനൈസ് ചെയ്തോളൂ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ കാര്യമായിട്ട് ചെയ്യും. പക്ഷെ ആ ചൈൽഡിഷ് ക്യാരക്ടർ നല്ലോണം കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റാ. അവൻ ഉണ്ടെങ്കിൽ അവിടെ ബോറടിക്കില്ല. ആ റൂമിൽ കയറി ഇങ്ങനെ ലൈറ്റ് അപ്പ് ആവെന്ന് അറിയില്ലേ, അതുപോലെയാണ് ധീരജ്. അവര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ വന്നൊരു പ്രപ്പോസൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊരു ഹാപ്പി മാത്രല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് വിചാരിക്കുന്നത്. കാരണം അവര് അത്ര ജോയിൻ ആയിട്ട് അത്ര ലവബിൾ പണ്ട് മുതൽ എങ്ങനെയാണ് അതിപ്പോഴും അങ്ങനെ ഇനി തുടർന്നും അങ്ങനെ പോട്ടെ മാത്രമേ ഒരു ഇതുള്ളൂ, എന്താ പറയാ, ആഗ്രഹമുള്ളൂ. ആളുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ എപ്പോഴും ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ബിഹേവിയർ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫൺ മൂവിൽ എല്ലാ ലൈഫ് ഇങ്ങനെ ഒരു ഫ്ലോയിൽ പോകും. ഒരു ഈസി ആയിട്ട് ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. പുറത്തെല്ലാവർക്കും ധീരജ് ആണെങ്കിലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ തന്നെയാണ്. ഉണ്ണിക്കുട്ടൻ പേര് പോലെ തന്നെ അവനൊരു എന്താണ്, കുട്ടിയാണ്, മനസ്സും കുട്ടിയാണ്. അല്ല ഇപ്പൊ എടാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഞാൻ റെഡി, വണ്ടി എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് പോവും, ബീച്ചിൽ കറങ്ങും, ഫുഡ് കഴിക്കും, അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. അവന്റെ കാര്യം ഞാൻ പ്രത്യേകം അറിയേണ്ട ആവശ്യമില്ല, അവൻ തന്നെ എല്ലാം ചെയ്യും എല്ലാ കാര്യത്തിലും. അതേപോലെ തന്നെ അവന്റെ കല്യാണം അവൻ തന്നെ സെറ്റാക്കി, അവൻ തന്നെ എല്ലാ കാര്യവും അവൻ തന്നെ സെറ്റാക്കി എല്ലാം. ദേവുട്ടി ആണെച്ചാലും നല്ല മോളാണ്. അവളെ ഞാൻ എത്രയോ ഇപ്പം അറിഞ്ഞു തുടങ്ങിയവരെ നന്നായിട്ട് നല്ല എല്ലാ കാര്യത്തിനും അവള് നല്ല ഉഷാറാണ്. എല്ലാത്തിനും അവന്റെ കാര്യമൊക്കെ നോക്കാനും ഒക്കെ നല്ല കുട്ടിയാണ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇത് വീട്ടിൽ അറിഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അപ്പം ഡെയിലി ഇവൾ തന്നെയായിരുന്നു അവിടേക്ക് വരും, അമ്മ അടുത്തുണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് അന്നേ ഒരു ഡൗട്ട് അടിച്ചിരുന്നു. പിന്നെ വീട്ടിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. എന്നിട്ട് ലാസ്റ്റ് അവർക്ക് തന്നെ മനസ്സിലായി ഇത് റൂട്ട് വേറെയാണ്. അങ്ങനെയാണ് ആദ്യം വീട്ടിൽ പൊക്കിയത്. പിന്നെ അവളെ വീട്ടിൽ പറഞ്ഞു, അവളെ പാരൻസിനും സീനൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് അവരെന്നെ കരുതി. എൻ്റെ ഫസ്റ്റ് മീറ്റ് ഉണ്ണിക്കുട്ടനായിട്ടുള്ളത് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ചീറപ്പ് കയ്യാ, പൊളിയാണോ. ഓൻ്റെ കല്യാണം അതുപോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ്. ഇതുവരെ ഞങ്ങളുടെ ഇടയിലൊരു പ്രപ്പോസൽ സീനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ആ പ്രപ്പോസൽ സീന് ഇപ്പം ചെയ്യാം. I love you. I love you too.
ഇപ്പൊ കല്യാണം കഴിഞ്ഞ് റിസപ്ഷനിലേക്ക് ഞങ്ങൾ കയറാൻ പോവുക. ഇപ്പോഴും ഞങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോഴും ആ പഴയ കോളേജ് ലൈഫ് കഴിഞ്ഞ ആ ഒരു മൂഡിൽ തന്നെയാണുള്ളത്. ഇനി കുറച്ച് സമയം എടുക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ആക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. ഇവൾക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു. പക്ഷെ ഇവന്റെ പ്രപ്പോസൽ വന്ന സമയത്താണ് അവള് തുറന്നു പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഓക്കെയാണ്. അച്ഛാ അത് വേണോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ധീരജ് എന്ന് പറഞ്ഞ പറഞ്ഞോട് കൂടി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നമുക്ക് വേറെ അങ്ങോട്ട് ചിന്തയില്ല. ഞങ്ങൾ പ്രതീക്ഷയോളം കിട്ടിയ ഏറ്റവും നല്ല മോനാണ് അവൻ. അത്ര മാത്രം എനിക്ക് അവനെ പറ്റി പറയാനുള്ളൂ. എല്ലാ ദൈവാനുഗ്രഹവും എല്ലാ ദൈവം. അത്രയല്ലോ.